ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് SIR ഫോം അല്ലെങ്കിൽ പുതിയ വോട്ടർ പട്ടികയ്ക്കുള്ള എന്യൂമറേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫോം ഫസ്റ്റ് നോക്കുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. നമ്മുടെ പേര്, അഡ്രസ്സ് എല്ലാം കാണാം. അടുത്ത ബോക്സിൽ നോക്കുമ്പോൾ നിയമസഭ, പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പേര്, സംസ്ഥാനത്തിൻ്റെ പേരൊക്കെ കാണാം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ കാണാം. ഫോട്ടോയ്ക്ക് അടുത്തായിട്ട് ഒരു ചെറിയ ബോക്സ് കാണാം. ഇവിടെ നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കേണ്ടതാണ്. ഇനി ഫോം ഫില്ല് ചെയ്യേണ്ട വിധം നോക്കാം. ഫസ്റ്റ് ബോക്സിൽ എഴുതേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുമ്പോൾ ഫസ്റ്റ് ഡേറ്റ്, പിന്നെ മന്ത്, അടുത്ത ഇയർ. ഈ മെത്തേഡിലാണ് എഴുതേണ്ടത്. അടുത്തതായി എഴുതേണ്ടത് ആധാർ നമ്പറാണ്. ആധാർ നമ്പർ ഓപ്ഷണലാണ്. അടുത്തതായി നിങ്ങളുടെ മൊബൈൽ നമ്പർ എഴുതുക. അടുത്ത ഓപ്ഷൻ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര്. നിങ്ങളുടെ ഫാദറിൻ്റെ നെയിം അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ്റെ നെയിം ഇവിടെ എഴുതാം. അടുത്തതായി പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ എപ്പിക് നമ്പർ. 2002 വോട്ടർ ID അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ആ ടൈമിൽ നിങ്ങളുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ ഗാർഡിയൻ്റെ വോട്ടർ ID നമ്പർ ഏതാണോ ആ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. ഈ നമ്പർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം എഴുതിയാൽ മതി. നെക്സ്റ്റ് ഓപ്ഷൻ മാതാവിൻ്റെ പേര്. ഇവിടെ നിങ്ങളുടെ അമ്മയുടെ പേര് എഴുതാം. അടുത്ത ഓപ്ഷൻ മാതാവിൻ്റെ എപ്പിക് നമ്പർ. നിങ്ങളുടെ അമ്മ 2002 വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ടൈമിലെ വോട്ടർ ID നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. ഈ നമ്പർ അറിയില്ല എങ്കിൽ അതങ്ങനെ വിട്ടേക്കാം. നെക്സ്റ്റ് ഓപ്ഷൻ പങ്കാളിയുടെ പേര്. ഇവിടെ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ വൈഫിൻ്റെ പേര് എഴുതുക. 2002 നിങ്ങളുടെ പങ്കാളി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ടൈമിലെ വോട്ടർ IDയിലെ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. ഈ നമ്പർ അറിയാമെങ്കിൽ മാത്രം എഴുതിയാൽ മതി. 2002, 2005 കാലഘട്ടത്തിന് ശേഷമാണ് നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ പേര് വന്നിട്ടുള്ളതെങ്കിൽ ഈ ബോക്സിൽ ഫിൽ ചെയ്യേണ്ടതില്ല. അടുത്തതായി ഇവിടെ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഫിൽ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡ് നോക്കാം. അവസാന SIRൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ. അവസാനമായി SIRൻ്റെ വോട്ടർ പട്ടിക 2002 അപ്ഡേറ്റ് ആയത്. 2002 വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ മാത്രം ഈ ലെഫ്റ്റ് സൈഡ് ഫിൽ ചെയ്താൽ മതി. ഓർക്കുക, 2002 വോട്ട് ചെയ്തവരോ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവരോ മാത്രം ഈ സൈഡ് ഫിൽ ചെയ്താൽ മതി. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ വോട്ടേഴ്സിൻ്റെ പേര്, അതായത് നിങ്ങളുടെ പേര് എഴുതാം. നെക്സ്റ്റ് ഓപ്ഷൻ എപ്പിക് നമ്പർ. 2002 കാലഘട്ടത്തിലെ വോട്ടർ പട്ടികയിലെ നിങ്ങളുടെ നമ്പർ എഴുതുക. 2002 വോട്ട് രേഖപ്പെടുത്തിയ നിങ്ങളുടെ ബന്ധുവിൻ്റെ പേര്, അതായത് അച്ഛൻ്റേതായിരിക്കാം, അമ്മയുടേതായിരിക്കാം, സഹോദരങ്ങളുടെ പേര് എഴുതാം. ഇനി ഇവർ ജീവിച്ചിരിപ്പില്ല എങ്കിൽ എഴുതണ്ട. അടുത്ത ഓപ്ഷൻ റിലേഷൻ. റിലേഷനിൽ ആ ബന്ധുവുമായി നിങ്ങൾക്കുള്ള റിലേഷനാണ് എഴുതേണ്ടത്. നിങ്ങളുടെ അമ്മയുടെ പേരാണ് എഴുതുന്നതെങ്കിൽ റിലേഷൻ മാതാവെന്ന് എഴുതാം. ഇനി നിങ്ങളുടെ അച്ഛൻ്റെ പേരാണ് എഴുതുന്നതെങ്കിൽ റിലേഷൻ പിതാവെന്ന് എഴുതാം. ഇനി നിങ്ങളുടെ അനിയൻ്റെ പേരോ ചേട്ടൻ്റെ പേരോ ആണ് എഴുതുന്നതെങ്കിൽ സഹോദരൻ എന്ന് റിലേഷൻ എഴുതാം. ഇനി നിങ്ങളുടെ ചേച്ചിയുടെ പേരോ അനിയത്തിയുടെ പേരോ എഴുതുകയാണെങ്കിൽ റിലേഷൻ സഹോദരി എന്ന് എഴുതാം. അടുത്ത ഓപ്ഷൻ ജില്ല. നിങ്ങളുടെ ജില്ലയുടെ പേര് എഴുതാം. അത് കഴിഞ്ഞ് സംസ്ഥാനത്തിൻ്റെ പേര്. ഇവിടെ നിങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ പേര് എഴുതുക. അടുത്തതായി എഴുതേണ്ടത് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്. അതിനുശേഷം നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ എഴുതുക. വാഹൻ നമ്പർ, ക്രമ നമ്പർ, ഈ 3 ഓപ്ഷനും എഴുതണം. ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ എന്താണ് എഴുതേണ്ടതെന്ന് നോക്കാം. ഇവിടെ മുൻ കോളത്തിൽ അവസാന SIRൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ. ഈ കോളം ഫിൽ ചെയ്യേണ്ടത് 2002 ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ളവരാണ് ഈ കോളം ഫിൽ ചെയ്യേണ്ടത്. ഫസ്റ്റ് നിങ്ങളുടെ പേര് എഴുതുക. അത് കഴിഞ്ഞിട്ട് എപ്പിക് നമ്പർ എഴുതുക. നിങ്ങളുടെ വോട്ടർ IDയുടെ നമ്പർ എഴുതുക. അടുത്തതായി ബന്ധുവിൻ്റെ പേര്, അതായത് 2002 കാലഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള
ഒരു ബന്ധുവിൻ്റെ പേര്. അത് നിങ്ങളുടെ അച്ഛനാകാം, അമ്മയാകാം, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുടെ പേരെഴുതാം. അടുത്തത് ആ ബന്ധുവുമായിട്ടുള്ള റിലേഷൻ അതെഴുതുക. അടുത്ത ഓപ്ഷൻ ജില്ല, നിങ്ങളുടെ ജില്ലയുടെ പേരെഴുതുക. അടുത്തത് സംസ്ഥാനത്തിൻ്റെ പേരെഴുതുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരെഴുതുക. അതിനുശേഷം നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ എഴുതുക. നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗം നമ്പർ എഴുതുക, ക്രമ നമ്പർ എഴുതുക. ഇത്രയാണ് ഫോം ഫില്ല് ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ BLOവുമായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം എഴുതുക. അടുത്തതായി നിങ്ങളുടെ സൈൻ ചെയ്യുക. ഓക്കെ, ഈ മെത്തേഡിലാണ് ഈ SIR ഫോം ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, കൂടെ ഹൈപ്പും ചെയ്യുക. ഓക്കെ, താങ്ക് യു.